എന്താണെന്നറിയില്ല, മനസ്സിനൊരു സുഖമില്ലാത്ത പോലെ, കുട്ടികളോടൊക്കെ വല്ലാതെ ദേഷ്യം പിടിക്കുന്നു, നിങ്ങളോട് എന്തോ ഒരു അകൽച്ച പോലെ, ഉറക്കവും അങ്ങോട്ട് ശരിയാവുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫാമിലി മെമ്പർ, നിങ്ങളുടെ വൈഫോ ഹസ്ബൻഡോ ബ്രദറോ അമ്മയോ അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു? പലപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രശ്നം നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറുപടി, അത് കുഴപ്പമില്ലടാ, അതങ്ങ് ശരിയായിക്കോളും, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ എന്താ ഒരു സൗകര്യക്കുറവുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാത്തിനും ഇവിടെ ആളുകളുണ്ട്, എന്നിട്ട് നീ ഇങ്ങനെ നിനക്ക് വേണ്ട എല്ലാം ഞാൻ ചെയ്തു തരുന്നുണ്ടല്ലോ, എന്നിട്ട് ഇത്തരത്തിലുള്ള കംപ്ലയിൻസിൻ്റെ കാര്യം എന്താ, അല്ലെങ്കിൽ നീ ഇതിന് പോയി ചേര്, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം എൻകറേജ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞാൽ പോലും അയാൾക്ക് നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വീണ്ടും അതേ പ്രശ്നവുമായിട്ട് നിങ്ങളടുത്ത് വന്നെന്നിരിക്കാം. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും വരുന്നുണ്ടാവാം. നിൻ്റെ അടുത്ത് അതൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ചെയ്തോ, പറഞ്ഞതൊന്നും നീ ചെയ്യില്ല, പിന്നെ എങ്ങനെയാണ് ശരിയാവാം, അല്ലേ? നിങ്ങളുടെ കമൻറ്റ് അതായിരിക്കും. ഇത്തരത്തിലുള്ളൊരു റിപ്ലൈ ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നതെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അയാൾ നിങ്ങളറിയാതെ ചിലപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോയി സപ്പോർട്ട് എടുക്കുമായിരിക്കും. നല്ല കാര്യം തന്നെ. കാരണം അവർക്ക് നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അയാൾ കടന്നു പോകുന്നത്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയപ്പെടാതെ പോവുകയും ആ സിറ്റുവേഷൻ വളരെ മോശമാവുകയും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളെ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. അപ്പോൾ അങ്ങനെ ഒരു പരാതി നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കാൻ മറക്കാതിരിക്കാം.